ക്വസ്റ്റ്യൻ നമ്പർ 8. ചോദ്യം പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. അവിടെ ഗ്രൂപ്പ് 15 നിന്നുള്ള ചോദ്യമാണ്. Given below are two statements. One is labeled as assertion and the other one is reason. Assertion പറയുന്നത് pH3 has lower boiling point than NH3. അത് ശരിയാണ് എന്ന് നമുക്കറിയാം. കാരണം അമോണിയ മോളിക്യൂളുകൾ നൈട്രജൻ്റെ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ, ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ അമോണിയ മോളിക്യൂളുകൾക്കിടയിൽ എന്തുണ്ട്? ഇൻറ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. പക്ഷേ ഫോസ്ഫറസിലേക്ക് വരുമ്പോൾ വലിപ്പം കൂടുന്നു, ഇലക്ട്രോനെഗറ്റിവിറ്റി കാര്യമായിട്ട് കുറയുന്നു. അതുകൊണ്ട് ഫോസ്ഫറസിൻ്റെ ഹൈഡ്രൈഡുകളായ pH3 മോളിക്യൂൾസിനിടയിൽ എന്തില്ല? ഇൻറ്റർമോളിക്കുലർ റിച്ച് ബോണ്ടിങ് ഇല്ല. പകരം കുറച്ചുകൂടി വീക്കായ വാൻ ഡെർ വാൾ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അമോണിയയ്ക്കാണ് pH3യേക്കാൾ ഫോസ്ഫീനേക്കാൾ കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാകുക. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി റീസണിൽ പറയുന്നത് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് അമോണിയ മോളിക്യൂൾസ് ആർ അസോസിയേറ്റഡ് ത്രൂ വാൻ ഡെർ വാൾ ഫോഴ്സസ് ബട്ട് pH3 മോളിക്യൂൾസ് ആർ അസോസിയേറ്റഡ് ത്രൂ ഹൈഡ്രജൻ ബോണ്ടിങ്. അത് തെറ്റാണ്. നേരെ തിരിച്ചാണ് വരേണ്ടിയിരുന്നത്. സോ റീസൺ തെറ്റാണ്, അസേഷൻ ശരിയാണ്. സോ എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ്. ഓപ്ഷൻ 4 ഈസ് ദി റൈറ്റ് ആൻസർ.